ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവിനെ സ്തുതിക്കണമേ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 96 അധ്യായം 2 വാക്യം. യഹോവയെ പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ, നാൾതോറും അവന്റെ രക്ഷയെ സുവിശേഷത്തിലൂടെ പ്രസിദ്ധമാക്കുവീൻ. നമ്മുടെ ദൈവം എല്ലാ ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനാണ്. അവൻ നമ്മെ സ്നേഹപൂർവ്വം സൃഷ്ടിച്ചവനും നമ്മെ അന്വേഷിച്ചവനും അളവില്ലാതെ നമ്മെ സ്നേഹിക്കുന്നവനുമാകുന്നു. നാം നമ്മുടെ ഹൃദയങ്ങൾ കൊണ്ട് അവനെ പാടുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ സാന്നിധ്യവും മഹത്വവും നമ്മുടെ ഇടയിൽ ഇറങ്ങുന്നു. ഒരു കാലത്ത് ലൂസിഫർ ദൈവം മുൻപാകെ ആരാധന നയിച്ചു. എന്നാൽ അവൻ ആ ആരാധന ദൈവത്തെ വിട്ട് തന്നെ സ്വയം മഹത്വപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അഹങ്കാരം അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞു. അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവൻ സാത്താനായി മാറി. ഇന്ന് അതേ വഞ്ചകൻ യുവാക്കളുടെ ഹൃദയങ്ങളെ ആകർഷിക്കുന്ന സംഗീതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന സംഗീതം. നമ്മുടെ ആധുനിക കാലത്ത് നിരവധി യുവാക്കളും യുവതികളും ട്രെൻഡി ഗാനങ്ങളാൽ ആകർഷിക്കപ്പെടുകയും ലൗകിക സംഗീതജ്ഞരെയും കലാകാരന്മാരെയും പിന്തുടരുകയും ചെയ്യുന്നു. അവർ വലിയ ജനക്കൂട്ടമായി ഒത്തുകൂടി ഹൃദയങ്ങളെയും മനസ്സുകളെയും ദുഷിപ്പിക്കുന്ന രീതിയിൽ പാടുകയും നൃത്തം ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന കലാകാരന്മാരെ ആഘോഷിക്കുകയും ആർപ്പ് വിളിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ മിക്ക സംഗീതത്തിലും വരികളിലും അശുദ്ധി നിറഞ്ഞിരിക്കുന്നു. ദൈവത്തെ അവഗണിച്ച് അശുദ്ധാത്മാക്കളെ വിളിച്ചു വരുത്തുകയും സാത്താനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ പിശാച് ഇന്നത്തെ തലമുറയെ തന്റെ കെണികളിൽ മുറുകെ പിടിക്കുന്നു. ഒയാസിസ് എന്നൊരു ബ്രിട്ടീഷ് ബാൻഡ് ഉണ്ടായിരുന്നു. അതിന്റെ നേതാവായ ലിയാം ഗലാഗർ ധൈര്യത്തോടെ പറഞ്ഞു, നമ്മൾ യേശുവിനേക്കാൾ ജനപ്രിയരാണ്. അവനേക്കാൾ വലിയ ആൾക്കൂട്ടത്തെ നാം ആകർഷിക്കുന്നു. നമ്മുടെ ആരാധകർ ദൈവത്തേക്കാൾ പ്രധാനപ്പെട്ടവരാണെന്ന് കരുതുന്നു. എത്ര ദാരുണമാണ്! അവർക്ക് ജീവനും സ്നേഹവും നൽകിയ സൃഷ്ടാവിനെ അവർ അവഗണിച്ചു. ഒരു ദിവസം അവർ അവന്റെ മുൻപാകെ നിൽക്കേണ്ട നിത്യ ന്യായാധിപനാണെന്ന് തിരിച്ചറിയുന്നതിൽ അവർ പരാജയപ്പെട്ടു. തിരുവെഴുത്ത് പറയുന്നത് പോലെ, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും വരുന്നു എന്ന് പ്രവചിച്ചു. ഇത് യൂദ 1 അധ്യായം 15 വാക്യത്തിൽ കാണപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, ഈ അന്ത്യനാളുകളിൽ നാം ജീവിക്കുമ്പോൾ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുകയും അവന്റെ മഹത്വകരമായ തിരിച്ചുവരവനായി നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യുന്ന ഒരു ജനമായി നമുക്ക് മാറാം. ദൈവം നമുക്ക് അവനെ സ്തുതിക്കാനും ആരാധിക്കാനും ദിവ്യമായ സംഗീതങ്ങൾ നൽകിയിരിക്കുന്നു. ആത്മാവിനെ ഉയർത്തുകയും അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഗാനങ്ങൾ. ദൈവവചനത്തെക്കുറിച്ച് നാം ദിവസവും ധ്യാനിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ നവീകരിക്കുന്ന സ്തുതിഗീതങ്ങളും നമുക്ക് പാടാം. ദേവദാസന്മാരുടെ സമ്പന്നവും ഹൃദയംഗവുമായ അനുഭവങ്ങളിൽ നിന്ന് ജനിച്ച ഗാനങ്ങൾ, ആഴത്തിലുള്ള ആത്മീയ അർത്ഥങ്ങൾ നിറഞ്ഞിരിക്കുന്ന നിരവധി പഴയ ഗാനങ്ങൾ, അവയിപ്പോഴും നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്താനും ദൈവസന്നിധിയിലേക്ക് നമ്മെ ആകർഷിക്കാനും സ്വർഗീയ ശക്തി വഹിക്കുന്നു. അതിനാൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് കർത്താവിന് പാടുകയും അവന്റെ വിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 35 അധ്യായം 10 വാക്യം. യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യിരെമ്യാവ് 40, 41, 42 അധ്യായങ്ങൾ. വൈകുന്നേരം എബ്രായർ 4 അധ്യായം. ആമേൻ.